അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്രിയേറ്റിവിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിയേറ്റിവിറ്റി പറയുന്നതിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റായിട്ട് നോക്കുന്നത്, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ചെറിയ കാര്യങ്ങൾ സമയം നഷ്ടപ്പെടുത്തി ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ഈ ലോകത്തിൻ്റെ തന്നെ വശത്തേക്ക് ഒന്ന് നോക്കി അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. വലിയ കാര്യങ്ങൾ. അപ്പോൾ ഭൂമി, അത് നിർമ്മിച്ച അവസ്ഥ, ആകാശം, അത് നിർമ്മിച്ച അവസ്ഥ, അതിലുൾക്കൊള്ളുന്നതെല്ലാം, ഭൂമിക്കുള്ളിൽ ഉൾക്കൊള്ളുന്നതെല്ലാം, പുറത്ത് ഉൾക്കൊള്ളുന്നതെല്ലാം, അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ. ഓക്കെ, ആ മനുഷ്യൻ്റെ ശരീരത്ത് പുറത്ത് കാണുന്ന കാര്യങ്ങൾ എത്ര വിചിത്രമാണ്. അതേപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന കാര്യങ്ങൾ എത്ര വിചിത്രമാണ്. അതിനെക്കുറിച്ചും പറയുന്നതിന് മുമ്പായിട്ടുള്ള മനുഷ്യൻ്റെ ഒരവയവമാണ് കണ്ണ്. ആ കണ്ണിൻ്റെ ഉള്ളിൽ കാണുന്ന കാര്യങ്ങൾ എത്ര വിചിത്രമാണ്, അതിൻ്റെ പുറത്ത് കാണുന്ന കാര്യങ്ങൾ എത്ര വിചിത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം. ഈ കണ്ണിൻ്റെ കാഴ്ച. ഓക്കെ, ഈ കണ്ണിൻ്റെ കാഴ്ചയിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്ററോ അപ്പുറത്തുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് കാണാൻ പറ്റുകയില്ല. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കാണാൻ പറ്റുകയില്ല. അപ്പോൾ അതിനർത്ഥം ആ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല എന്നല്ലല്ലോ. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് അടുത്ത് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ അത്രയും ദൂരമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന നിറങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതു രീതിയിൽ ഒരു കാര്യം കാണുന്നോ അതേ രീതിയിൽ തന്നെയാണോ വേറൊരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ അല്ലെ വേറൊരു ആളുടെ കണ്ണിൽ കാണുന്നത്. ഓക്കെ, നമ്മൾ നിറം കറുപ്പ് എന്ന് പറയും. അപ്പോൾ ഞാൻ കാണുന്ന കറുപ്പ് തന്നെയാണോ വേറൊരാൾ അത് കറുപ്പായി കാണുന്നത്, അല്ലെങ്കിൽ വേറൊരു ജീവികൾ അത് കാണുന്നത് ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ ഇത് നമുക്ക് മാത്രം, ഒരു വ്യക്തിക്ക് അറിയുന്ന രഹസ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം വേറൊരാൾ കാണുമ്പോൾ അത് കാണുന്നത് അയാളുടെ കണ്ണിൽ ഉള്ളിൽ പോയി അറിഞ്ഞുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല, അല്ലേ? അതാണ് അതിൻ്റെ സത്യം. അതേ സ്ഥാനത്ത് നമ്മൾ അത് കാണുമ്പോൾ അതിനെ അതായി നമ്മൾ വായിക്കുന്നു, അതയാൾ സമ്മതിക്കുന്നു. പക്ഷേ അയാൾ കണ്ടറിഞ്ഞത് ഞാനും കണ്ടതും അയാൾ കണ്ടതും നിറം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള പരിമിതിയുണ്ട്. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ നിർമ്മിച്ച അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച, അതേപോലെ വേറൊരു അവയവമാണ് കാതിൻ്റെ കേൾവി. ഇതൊക്കെ നിർമ്മിച്ച അവസ്ഥയെക്കുറിച്ച് ഒരുപാട് വിചിത്രങ്ങൾ, ഈ പറഞ്ഞ പോലെ ദൂരത്തുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മൊബൈൽ പോലുള്ള സംവിധാനങ്ങൾ, ഉള്ളത് ഇല്ലാത്തത്. ഇനി ടെക്നോളജി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ മൊബൈലിലൊന്നും ആവശ്യം ഉണ്ടാകില്ല. ആ കോലത്തിലുള്ള കാര്യങ്ങളും ഡിവൈസുകളൊക്കെ നേരിൽ കാണുന്ന, നേരിൽ പെട്ടെന്ന് മുമ്പിലെത്തുന്ന ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ ടെക്നോളജി ലെവലിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭൂമി തന്നെ, ഈ വലിയൊരു ഭൂമി നിർമ്മിച്ചത്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മെട്രോ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും തനിയെ ഉണ്ടായതല്ലല്ലോ. ആ മെറ്റീരിയലുകൾ ഭൂമിക്ക് ഉള്ളിൽ ആരൊക്കെയോ കൊണ്ടുപോയി വെച്ചതാണ്, ഏതൊക്കെയോ ഒരു സമയത്ത് എടുക്കണം എന്ന് കരുതി. ഒരു ഉദാഹരണം പറഞ്ഞാൽ
ഇപ്പോൾ നിധി എന്ന് പറയുന്നുണ്ട്. നിധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ സ്വർണവും പൈസയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു കുടത്തിലാക്കി വെച്ചിട്ട് കുഴിച്ച് ഭൂമിക്കുള്ളിൽ വെക്കുകയാണ്. അത് വേറെ ആർക്കെങ്കിലും അവകാശപ്പെട്ടതാണ്, അയാൾക്കത് കിട്ടണം, അല്ലെ തലമുറകളിൽ വരുന്ന ഇന്നയാൾക്ക് കിട്ടണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കുഴിച്ച് വെച്ച പണ്ട് നടന്ന സംഭവങ്ങൾ. അപ്പോൾ അത് ആരൊക്കെ അത് അവിടെ വെച്ചത് കൊണ്ടാണ് അത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഭൂമി എത്ര വിശാലമായിട്ടുള്ള ഭൂമിയിൽ എന്തൊക്കെയുണ്ട്, ആ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ആരൊക്കെയോ കൊണ്ടുപോയി വെച്ചതല്ലേ. അല്ലാതെ ഇതൊക്കെ തനിയെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എല്ലാം ഉണ്ടാവുന്ന ആശയം കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയണം, ഇത്രയും വലിയ ഭൂമിയൊക്കെ തനിയെ ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ വേറൊരു ഭൂമി അനക്കുവാണ്, അത് തനിയെ ഉണ്ടാവും. ഇത്ര എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ഭൂമി എനിക്ക് തനിയെ ഉണ്ടായി കിട്ടുമോ? അത് എവിടെ പോയാലും കിട്ടാനോ? എനിക്കൊരു ഭൂമി അങ്ങനെ തനിയെ ഉണ്ടായത് വേണേനോ? ഈ ഭൂമി ഉണ്ടായ പോലെ വലിയ ഭൂമി, അതുപോലെ കുറേ ഭൂമി ഉണ്ടല്ലോ വലുത്. ചെറിയൊരു ഇത്ര മണ്ണുള്ളൊരു ഭൂമി തനിയെ കിട്ടുമോ എനിക്ക് എവിടെയെങ്കിലും? അതിൽ കുറേ ആൾക്കാർ മനുഷ്യന്മാരും അതും ഇതെല്ലാം ഉള്ള പോലത്തെ പുഴയും കടലും ഒക്കെ, ഈ വലിയ വലിയ സ്കൂളുകളും എയർപോർട്ടുകളും ഹോസ്പിറ്റലും മനുഷ്യനും താമസിക്കുന്ന, അത് ഇപ്പോൾ ഉള്ള ഭൂമിൻ്റെ സൈസ് വലുത്, ഇത്ര മണ്ണുള്ള തനിയെ ഒന്ന് കിട്ടുമോ? അപ്പോൾ ബുദ്ധിപരമായിട്ട് മനുഷ്യർക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സൈസിലോ ഇതിൻ്റെ വലിപ്പത്തിലോ ഇതിൻ്റെ മറ്റ് സൃഷ്ടിപ്പിലോ കാര്യങ്ങൾ തനിയെ ഉണ്ടായതല്ല, എന്തൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ പിന്നിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നിർമ്മിച്ചതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിത്ര സൗന്ദര്യമായിട്ടാണ് ദുനിയാവ് എന്ന് പറയുമല്ലോ, ഈ ലോകം മുഴുവനും പടച്ചത് എത്ര സുന്ദരമായിട്ടാണ്. മനുഷ്യൻ്റെ കണ്ണുകൾ അതെത്ര സുന്ദരമായിട്ടാണ് അതിൽ കാഴ്ചകൾ കാണുന്നത്, ചെവികളിൽ കാര്യങ്ങൾ കേൾക്കുന്നത്, അങ്ങനെ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത ക്രിയേറ്റീവ് സൈഡ്. അപ്പോൾ ഇത് നിർമ്മിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു നിർമ്മാതാവ് ഇങ്ങനെയൊക്കെ ഒരുപാട് നന്മകൾ നിർമ്മിച്ച് നമ്മൾക്ക് തന്ന് നമ്മൾ അതിലുള്ള അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരാളായി നമ്മൾ തിരഞ്ഞെടുത്തു. മറ്റുള്ള ജീവികൾ ഒരുപാട് ഉറുമ്പുകളുണ്ട്, ഉറുമ്പുകളുടെ ജീവിതവും സാമൂഹിക ജീവിതവും മറ്റ് പല ചുറ്റുപാടുകളും ഉറുമ്പെന്ന് പറയുന്ന ജീവിക്കുണ്ട്. അപ്പോൾ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഉറുമ്പ് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇതേപോലുള്ള കെട്ടിടങ്ങളോ അതേപോലുള്ള വാഹനങ്ങളോ ഫ്ലൈറ്റോ അതേപോലെ പല കാര്യങ്ങളോ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഓക്കെ, മനുഷ്യൻ സഞ്ചരിക്കുന്ന പോലെ ജീപ്പും കാറും ഫ്ലൈറ്റെല്ലാം എടുത്ത് ഉറുമ്പ് പോകുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ മറ്റൊരു ജീവിയും ഇതേപോലെ മനുഷ്യനെ പോലെ പോകുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ അത് അദൃശ്യമായി മനുഷ്യൻ്റെ കണ്ണിന് ഉള്ള ജീവികൾ എന്ന് പരിചയപ്പെടുത്തിയ നിലക്കുള്ള മനുഷ്യരല്ലാത്ത ജീവികൾ. അതിൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ജിന്നുകൾ എന്നാണ്. അത് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് ഈ ലോകത്ത് കാണാനുള്ള കഴിവ് ആ കണ്ണുകൾക്ക് നൽകിയിട്ടില്ല. തിരിച്ച് ജിന്നുകൾക്ക് മനുഷ്യനെ കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പല കാര്യങ്ങളിൽ നമുക്ക് വിചിത്രങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവരെവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നൊന്നും ആർക്കും വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ഐഡിയ ഇൻഫർമേഷൻ ഒന്നും അറിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിർമ്മിച്ച് സംവിധാനിച്ച ആ ഒരു നിർമ്മാതാവിൻ്റെ ഈ നിർമ്മിതിയിൽ എത്ര ആലോചിച്ചാലും നമ്മൾക്ക് മടുപ്പ് വരാത്ത, മതിമറന്നു പോകുന്ന വലിയ വലിയ വിചിത്ര സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ തന്നെ പലരും പറയാറുണ്ട്, സമാധാനത്തിന് ആകാശം നോക്കിയാൽ, അതിൻ്റെ സൃഷ്ടിപ്പ് നോക്കിയാൽ മനുഷ്യൻ അന്താളിച്ചു പോകുന്ന നിലക്ക് മനുഷ്യൻ്റെ കാര്യങ്ങൾ മറന്നുപോകും. പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആകാശം നോക്കിയാൽ അതിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ വലിപ്പവും അതിലേ പോയാൽ ഇത് തേടി എത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടത്,
ഭൂമിയിൽ നിന്ന് എത്ര അകലത്താണ്, അടുത്താണ്, എന്തൊക്കെയാണ് അവസ്ഥ, മേഘങ്ങളുടെ ഭംഗി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത സൃഷ്ടിപ്പ്. നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോകുന്ന സമയത്തൊക്കെ കാണുന്ന കാഴ്ചകൾ ഇത് ഭംഗിയിലാണുള്ളത്. ആകാശങ്ങളും മേഘങ്ങളും അതിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സംഭവങ്ങളും മഴ പെയ്യുന്നതും മിന്നിൽ മഴകളൊക്കെ കാണുന്ന ആ ഒരു ഭംഗി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് നമുക്ക് അന്താളിച്ചു പോകുന്ന അവസ്ഥകൾ നിർമ്മിച്ച ആ ഒരു നിർമ്മിതി, അതിൻ്റെ ഒരു ക്രിയേറ്റീവ്. നമ്മുടെ 2 കണ്ണുകൾ തന്നെ ഏത് പൊസിഷനിലാണുള്ളത്? അത് വേറൊരു പൊസിഷനിലുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ ഒരു കണ്ണായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു നിർമ്മിതിയിലുള്ള ആ ഒരു സ്റ്റൈൽ, ആ ഒരു വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന വിഷയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് മനുഷ്യർക്ക് അത് ഈ നിരീശ്വരവാദം, ദൈവമില്ല, നിർമ്മിച്ച് തനിയെ ഉണ്ടായെന്നൊക്കെയുള്ള പൊട്ടത്തരങ്ങളിലേക്ക്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലയും മയക്കുമരുന്നും അടിയും പെൺവാണിഭവും പീഡനവും സ്ത്രീ സ്വാതന്ത്ര്യവും പുരുഷ സ്വാതന്ത്ര്യം, അത് ഇതൊക്കെ കണക്കില്ലാത്ത വിഷയങ്ങളെ മുമ്പിൽ എടുത്തു വിട്ട് ഈ ചൊറ ഉണ്ടാക്കി ആ ചൊറയിൽ നിന്ന് തിരിഞ്ഞ് കുറഞ്ഞ സമയമുള്ള ജീവിതം അത് നശിച്ചുപോയി. അതേ സ്ഥാനത്ത് ഇപ്പുറത്തെ സൈഡ് നോക്കും, സമാധാനത്തോട് സന്തോഷത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു സുന്ദരമായൊരു ജീവിതം എത്ര പ്രൗഢിയുള്ളതാണ്. ഇത് സിമ്പിളാണ്. അതായത് ഇത് നിർമ്മിച്ച ആൾ തന്നെ ഈ സൗന്ദര്യമുള്ള ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു നിയമങ്ങൾ അറിയിച്ചു തന്നു. ആ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലായിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഈ ലോകത്ത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ജീവിച്ചാൽ അതിൻ്റെ ഗുണമാർക്കാണ്? ആ ജീവിക്കുന്ന ആൾക്കാണ്. അതേ സ്ഥാനത്ത് ഈ പോരാട്ടവും സ്ത്രീ സ്വാതന്ത്ര്യവും ഇതാക്കി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചൊറ ഉണ്ടാക്കി ചൊറഞ്ഞ് മറിഞ്ഞ് അതിൽ ചത്തൊടുങ്ങുന്ന ആ വിഭാഗത്തിൻ്റെ അവസ്ഥ എന്താ? ദൈവമില്ലാത്തതാ, ദൈവം അതാണ്, ദൈവം ഇതാണ്, ഇങ്ങനെ നിരീശ്വരവാദം പറഞ്ഞ് നടക്കുന്ന ആളുടെ ഒരു ജീവിതം എടുത്തു നോക്കിയാൽ അയാളുടെ വായി തുറന്നു കഴിഞ്ഞാൽ എത്ര വൃത്തികേടും എന്തൊക്കെയാ അതും ഇതും അങ്ങനെയാണ് ഇങ്ങനെ എവിടെയൊക്കെയോ പറന്ന് നടക്കുന്ന വാക്കുകൾ അല്ലേ? അവസാനം തെരുവ് പട്ടി ചാകുന്നത് പോലെ ചത്തൊടുങ്ങി അവസാനിച്ച് അഡ്രസ്സ് ഇല്ലാതായി മാറുന്ന അവസ്ഥയല്ലാതെ വേറെന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ ലോകത്തിലുള്ള നന്മകളെക്കുറിച്ചും ഭംഗികളെക്കുറിച്ചും സമാധാനവും സന്തോഷവും ഒരുപാട് വിചിത്രമായിട്ടുള്ള ലോകത്തിൻ്റെ പല കാഴ്ചകളും സഞ്ചാരങ്ങളും അറിവുകളും അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് ജീവിതത്തിലുള്ള ഏറ്റവും നല്ല സമാധാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.